ഇന്ന് നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു റെയിൻബോ കണ്ടിട്ടാവാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിവിടെ അത്യാവശ്യം തണുപ്പുള്ള ദിവസമാണ് കേട്ടോ. അത്യാവശ്യം മഴയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷേ നല്ല റെയിൻബോ ഉണ്ട്. ഇവിടെ മിക്ക ദിവസങ്ങളിലും റെയിൻബോ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് ഭയങ്കര ഫുൾ ഒരു ഷേപ്പ് തന്നെ റെയിൻബോ കാണാൻ പറ്റും. അപ്പം ഇത് ഒരു ഫുൾ ഷേപ്പ് അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലും നല്ല വൃത്തിയൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പം വീട്ടിൽ നിന്ന് നമ്മൾ ഒന്ന് സിറ്റി വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിറ്റിയിലേക്ക് നമ്മൾ യൂഷ്വലി കാർ എടുത്തിട്ടാണ് പോകാറ്. നല്ല റഷാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു നമുക്ക് ട്രെയിൻ എടുത്ത് പോയാലോ എന്ന്. ആക്ച്വലി നമ്മൾ ശരിക്കും ട്രെയിൻ എടുക്കാനല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഫെറി എടുത്ത് പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടൈമൊന്നും ശരിയാവാത്തതുകൊണ്ട് നമുക്ക് ഫെറി കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്. കിക്കി ബേബി, ട്രെയിനിൽ പോവാം. ട്രെയിൻ യെസ്. ചൂച്ചു ട്രെയിൻ ഇപ്പോൾ പോകും. വാ, 11:15 ട്രെയിൻ. കിക്കി ബേബി ഇവിടെ ഇന്ന് ചുറ്റിക്കളിച്ച ട്രെയിനിൻ്റെ പാട്ടിന് പോകും. ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ട്രെയിനിൽ പോകുന്നത് ഇതാദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ കീക്കിനും കൂട്ടി എനിക്ക് ഇങ്ങനെ ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ബസ് പോകാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ട്രെയിനിൽ അതൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ്സിൽ ഉപയോഗിക്കുന്ന സെയിം ഹോപ്പ് കാർഡ് ഞാൻ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. സഗുന് ഹോപ്പ് കാർഡേ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുതിയ ഹോപ്പ് കാർഡ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം കീക്ക് ഫുൾ എക്സ്പ്ലോറിങ് ആയിരുന്നു കേട്ടോ. താഴെയുള്ള ഓരോ സാധനങ്ങളും അതും ഇതും എല്ലാ കാര്യങ്ങളും അവൾ നോക്കി കണ്ടുപിടിക്കുകയായിരുന്നു, എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളതെന്നൊക്കെ ഉള്ളത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ അത്യാവശ്യം വൃത്തിയുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് തൊടുന്നതുകൊണ്ടൊന്നും വലിയ വൃത്തികേടുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൾ അവളുടെ പാട്ടിന് കുറച്ച് ഫ്രീ ആയിട്ട് വിട്ടതായിരുന്നു. ഞങ്ങൾ ഓവർ പിടിച്ചു വെക്കാൻ വേണ്ടി പോയാൽ അവൾക്കും ഇഷ്ടാവില്ല, അവളും എൻജോയ് ചെയ്യില്ല. ഞങ്ങൾക്കും അതൊട്ടും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവളെ ഫ്രീ ആക്കി വിടുക തന്നെയായിരുന്നു ഞങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ ട്രെയിനിൽ കയറുന്നതിൻ്റെ മുന്നേയും കയറി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ മേലെയാണ് നമ്മൾ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അത് ഞാൻ ഇറങ്ങാൻ നേരം കാണിച്ചു തരുന്നുണ്ട്. ഇന്നിവിടെ വലിയൊരു തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ട്രെയിനിൽ പോകുന്ന ആൾക്കാരൊക്കെ കുറവാണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം സ്റ്റേഷനിലൊന്നും വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല. വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും എന്തായാലും സിറ്റിയിലേക്ക് ട്രെയിനിൽ പോകുന്ന ആൾക്കാർ. അതെന്താണെന്ന് പറഞ്ഞാൽ സിറ്റിയിൽ അത്യാവശ്യം നല്ല റേറ്റാണ് നമുക്ക് കാർ പാർക്കിങ്ങിന്. നമ്മളെ ഇഷ്ടത്തിനൊന്നും കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും കിട്ടില്ല അവിടെ പോയാൽ. അപ്പം മിക്ക ആൾക്കാരും അത്രയും കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കാറൊക്കെ എടുത്ത് പോകാറുള്ളൂ. ട്രെയിൻ കിക്സി പോവാ നമുക്ക്. അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കട്ടോ. അങ്ങോട്ടേക്കല്ലേ പോകുന്നത്. ഇതാരും കയറാത്ത. എനിക്ക് എപ്പം ഞാൻ ട്രെയിൻ കയറുമ്പോഴും എപ്പോഴും ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലിരിക്കുന്നത്. അപ്പം തന്നെ ട്രെയിൻ പോകുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റായിട്ട് ഇരിക്കുമ്പം എനിക്ക് ട്രെയിൻ സ്പീഡ് പോകുമ്പോൾ ഒരു അസ്വസ്ഥത പോലെ തോന്നും. അതുകൊണ്ടാണ് ഈ തവണ ഞാൻ നിർബന്ധമായിട്ടും ട്രെയിൻ പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ഫേസ് ചെയ്തിട്ടിരിക്കാമെന്ന് വിചാരിച്ചത്. കീക്കിനെ കുറച്ച് സമയം ഒന്ന് അടക്കിയിരിക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുന്ന രംഗാട്ടോ ഇപ്പം കാണുന്നത്. കുറച്ച് നേരം അവൾ റൈഡ് എൻജോയ് ചെയ്തിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അവൾക്ക് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവൾക്ക് മതിയായിട്ടുണ്ട്. അവൾ വേഗം നിലത്തേക്ക് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. അപ്പം പിന്നെ സഗു അവളുടെ വയ്യ നടന്നിട്ട് അവളെയും കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. സഗു ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കിക്കിനെയും കൊണ്ട് പുറത്ത് പോകുന്നത് വലിയൊരു ചടങ്ങല്ല. കാരണം സഗു നോക്കിക്കോളും കുറേ കിക്കിനെ. ഞാൻ ജസ്റ്റ് അവളുടെ ഡയപ്പറിൻ്റെ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അവളെ കൊണ്ട് നടക്കുന്നതും അവളുടെ വാശിക്കനുസരിച്ച് പോകുന്നതും അതൊക്കെ കുറേ സഗു നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ കുറച്ചൊരു ഈസിയാണ്. ചില ബസ് പറയും, ചിലയിൽ പറയില്ല.
അതെന്താണെന്നറിയോ, ഇവിടെ നമ്മൾ ഓരോ സ്റ്റോപ്പ് അടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണെന്നുള്ളത് ഒരു അനൗൺസ്മെൻറ്റ് വരും. അതൊരു ആൾ അനൗൺസ് ചെയ്യുന്നൊന്നുമല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അത് ട്രെയിനിലും വരും, ബസ്സിലും വരും. പക്ഷേ ചില ബസ്സുകളിലൊന്നും വരാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട് ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത്. കാരണം നമുക്ക് അറിയാത്ത റൂട്ടിലായിരിക്കും മിക്കവാറും പോകുന്നുണ്ടാവുക. അപ്പം അവർ നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫോണിൽ കണ്ടുപിടിച്ച് അവിടെ നോക്കി ഇറങ്ങൽ ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സിറ്റിയിലുള്ള സ്റ്റേഷനിലെത്തിയിട്ടോ. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ പേര് ബ്രെറ്റോമാർട്ട് എന്നാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് പിന്നെ എല്ലാ സ്ഥലത്തേക്കും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങനെ വേണമെങ്കിലും പോകാം. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇവിടുന്ന് ഫെറി കയറിയിട്ട് ഡെവൻ പോർട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ 100 തവണ ഡെവൻ പോർട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സ്ഥലം കാണാനല്ല ഞങ്ങളുടെ ഉദ്ദേശം, മെയിനായിട്ട് ഒന്ന് ഫെറി എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് കാക്കിക്ക് ഞങ്ങൾ ആദ്യമായിട്ട് സ്ട്രോളറും ഇല്ല, ഒരു കാങ്കരു ബാഗും ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടി വിട്ടുകയാണ്. ആദ്യമായിട്ടാണ് ഇവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എസ്കലേറ്ററിൽ കയറുന്നത്. സാധാരണ എപ്പോഴും ഞങ്ങൾ എടുത്തിട്ട് അവളെ കയറ്റാറാണ്. ജമ്പ് ചെയ്യണേ. ഓ വീണു, ബാക്കോട്ട് വരും കേട്ടോ കേക്ക്. ജമ്പ്. അങ്ങനെ നമ്മൾ സിറ്റി എത്തി കിക്കി ബേബി. വാവ് കിക്കി ബേബി. തക്കം കേക്ക് ഓടാൻ തുടങ്ങും. കീക്കിക്ക് ഇങ്ങനെ നമ്മൾ കുറച്ച് പരന്ന ഒരു സ്ഥലം കണ്ടാൽ ഭയങ്കര സന്തോഷം. അവിടെ നമ്മൾ കൊണ്ട് വെച്ചാൽ മതി. അവൾ അവിടെ മൊത്തം ഓടി നടന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും, ഓരോ സാധനങ്ങൾ നോക്കിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അങ്ങനെ ഒരു പരന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഭയങ്കര തണുപ്പുള്ള ദിവസമൊന്നുമല്ല കേട്ടോ. പക്ഷെ രാവിലെയൊക്കെ തണുപ്പുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു നല്ല തണുപ്പായിരിക്കും എന്നൊക്കെ. പക്ഷേ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല കംഫി ആയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. നമുക്ക് ആദ്യം പോയിട്ട് ഫെറി കയറിയിട്ട് ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഓക്ലൻഡത്തെ റെയിൽവേ സ്റ്റേഷൻ. എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ളൊരു സാധനമാണ് തോന്നി ക്ലോക്ക്. ഈ സ്റ്റേഷന് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഈ ഒരു ഭാഗമാട്ടോ ഉള്ളത്. ഇപ്പോൾ ഇതിലൂടെ കാറ് പോവില്ല. കാറ് പോകാണ്ട് നമുക്ക് നടക്കാനും പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടൽസും ഉണ്ട്, അതുപോലെ ഷോപ്പിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു സ്ഥലമാണ്. അപ്പം ചെറിയൊരു ഡ്രൈവ് വേ പോലത്തെ ഒരു ഏരിയ സൈഡിലുണ്ട്, പക്ഷെ അതിൻ്റെ നടുവ് കൂടെ ഇല്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ ഫെറി കയറുന്ന സ്ഥലമെല്ലാം. എല്ലാം ഭയങ്കര നമുക്ക് എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്ന പോലെ ഉണ്ട്. എല്ലാം തൊട്ടടുത്തടുത്തായതുകൊണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഫെറി എടുത്തിട്ട് ഡെവൻ പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ഫെറി എടുക്കേണ്ടത്. ഇവിടെ വീണ്ടും നമ്മൾ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്യണം, എന്നിട്ടാണ് പോകേണ്ടത്. കിക്കി ബോട്ട് പോണോ? ബോട്ട് പോണോ? യെസ് യെസ് പറ. കീക്കിനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കി വന്നത്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാറെന്നൊക്കെ ബോട്ട് തന്നെയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൾക്കാരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യല അവളുടെ പണി. 2 കിലോമീറ്റർ. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന ഫെറി. അത്യാവശ്യം ഞാൻ വിചാരിച്ചതിനേക്കാളും വലുപ്പമുള്ള ഫെറിയായിരുന്നു. ഞാൻ വിചാരിച്ച കുറച്ചും കൂടെ ചെറുതായിരിക്കുന്നു, പക്ഷേ അത്യാവശ്യം വലുപ്പമുള്ള ഫെറിയായിരുന്നു. അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയൊക്കെ തിരക്കുണ്ടാവുന്നുള്ളത്. ഓൾമോസ്റ്റ് ഫുൾ തന്നെയായിരുന്നു. ഞാൻ കണ്ട ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റുകളാണ്, സ്ഥലം കാണാൻ വേണ്ടിയിട്ടൊക്കെ എത്തിയ ആൾക്കാരാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ഞാൻ കണ്ടു ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. എന്താണ് ഇങ്ങനെ വീക്കെൻഡ്സിൽ ഫോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് അറിയില്ല. മേ ബി എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്ങോ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ വീക്കെൻഡിൽ ഉണ്ടായിരിക്കാം, അറിയില്ല എന്താണെന്നുള്ളത്. ഞങ്ങൾ മേലേക്കാണ് കേട്ടോ കയറിയത്. മേലെ കയറുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാഴ്ച കണ്ടു പോകാമല്ലോ. പിന്നെ കാറ്റും ഉണ്ടാവും, തണുപ്പും ഉണ്ടാവും. ഈ എല്ലാ സംഭവങ്ങളുടെയും പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും അത്യാവശ്യം തണുപ്പുള്ള ദിവസം തന്നെയായിരുന്നു. പക്ഷെ മേലെ ഇരുന്നാലാണല്ലോ നമുക്ക് കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മേലെ തന്നെ ഇരുന്നുണ്ടായിരുന്നു. കിക്കിനെ കൊണ്ടിട്ട് ഞങ്ങൾ മുന്നേ ഒരു ഫെറി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് അവൾ കുറച്ചും കൂടെ ചെറുതായിരുന്നു. അവൾക്ക് എന്തായാലും ഓർമ്മ കാണില്ല അത്. ആ സമയത്താണെങ്കിൽ അവൾ ആ ഫുൾ റൈഡ്, ഞങ്ങൾ അന്ന് ഫെറി കയറിയിട്ട് ഒരു ഐലൻഡിലേക്കാണ് പോയത്. ആ ഐലൻഡിൽ കുറച്ച് നേരം ചില്ല് ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവൾ ആ
മൊത്തം ടൈം അവൾ ഓർക്കായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഒരിക്കലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പക്ഷെ അതും ഇതും അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കാരണം അത് നല്ല ഉള്ളോട്ടേക്ക് നമ്മൾ കടലിൻ്റെ ഉള്ളോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് വേറൊരു ഐലൻഡൊക്കെ എത്തിയത്. കുറേ സംഭവങ്ങൾ കണ്ടു. ഉൾക്കടലിൽ പോകാമെന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സൈഡിൽ കൂടെ പോയിട്ട് ഒരു പോർട്ടിലേക്ക് എത്തുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര ഉൾക്കടലിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അന്നത്തെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കേക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്വെറ്ററാണ് ഉള്ളിലിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൊത്തം ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഫുൾ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഫെറി എടുത്തു. ഫെറി എടുത്തപ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. എന്തോ ഒരു ഭംഗി തോന്നി ആ വ്യൂവിന്. പിന്നെ ആ ഫ്ലാഗ് കണ്ടോ? ആ ഫ്ലാഗ് ന്യൂസിലാൻഡ് ഫ്ലാഗ് അല്ല. എന്തുകൊണ്ടാണ് ആ ഫ്ലാഗ് ഇവിടെ തൂക്കിയെന്നുള്ളത് എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല. ബൈ ബോട്ട്. ഇത് വേറെ ബോട്ടാണ് കിക്സി. ഇത് വേറെ ബോട്ടാണ്. റെയിൻബോ കാണുന്നുണ്ടോ ദൂരെ? ഐ ലവ് മൈ റെയിൻബോ. കിക്കിക്ക് റെയിൻബോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ റെയിൻബോ കാണുകയാണെങ്കിലും, റെയിൻബോ നേരിട്ട് കണ്ടില്ലെങ്കിൽ സ്റ്റിക്കർ ആണെങ്കിലും ഇല്ലെങ്കിൽ എവിടെ എന്ത് റെയിൻബോ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം കണ്ടാലും അവൾ പാടുന്നൊരു പാട്ടാണ് ഐ ലവ് മൈ റെയിൻബോ എന്ന് പറഞ്ഞ പാട്ട്. അത് അറിയുന്നവർക്ക് അറിയാം. മിസ് റേച്ചൽ എന്ന് പറയുന്ന ഒരു TV പ്രോഗ്രാമിൽ അവർ പാടുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് അറിയുന്നത്. ആ പാട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. റെയിൻബോ സോങ് പാട്. I love my rainbow. I love my rainbow. Tu 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 tu. Tu 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 പറ. ബാഗിൽ തപ്പാൻ പോയതാ. സ്നാക്സ് എടുക്കാൻ അതാ. അങ്ങനെ നമ്മൾ ഫൈനലി എത്തി. ഫൈനലി ഒന്നുമില്ല, അതൊരു 15 minutes റൈഡേ ഉണ്ടായിരുന്നുള്ളൂ. ഡെവൻ പോർട്ട്. ഓക്കെ, ബേബിക്ക് എന്തോ ഷോപ്പ് ചെയ്യാനുണ്ട് തോന്നുന്നു. നേരെ കാര്യമായിട്ട് കയറി പോവാണല്ലോ. കിക്കി ബേബിക്ക് എന്താ വേണ്ടത്? അതിനാ വേണ്ടത്? അതുണ്ടാവില്ല കിക്കി ബേബി. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി കയറാൻ പോവാണ്. അത്യാവശ്യം വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൂള് കളിക്കുന്ന ടേബിളാണ്. ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറാൻ വിചാരിച്ചെങ്കിലും ഒരു തിരക്കും ഇല്ല അവിടെ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടെ ആൾക്കാരൊക്കെ കയറുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന്. അങ്ങനെ കുറച്ച് തിരക്കുള്ള റെസ്റ്റോറൻറ്റ് നോക്കി ഇറങ്ങി. പക്ഷേ കീക്ക് എപ്പോഴത്തേക്ക് കുറച്ച് കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ സ്ഥലത്തു നിന്ന് അവൾ കുറച്ച് ടോയ്സ് ഒക്കെ കണ്ടപ്പോൾ അവൾക്ക് അത് വേണമെന്ന് പറഞ്ഞ് ചെറിയൊരു കരച്ചിലും ബഹളത്തിലൊക്കെ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ ഇപ്പം പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നമ്മൾ ഇറങ്ങിയത് ഡെവൻ പോർട്ട് വാർഫ് എന്ന് പറയും. ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ബ്ലൂ കളറിൽ ഫാമിലി സ്റ്റോർ എന്ന് എഴുതിയിട്ട്. അപ്പം ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ അല്ല കൊടുക്കാൻ വെച്ചാൽ ശരിക്കും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല കാറ്റായതുകൊണ്ട് സംസാരമൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് ചോദിച്ചത്. അപ്പോൾ ഈ ഫാമിലി സ്റ്റോർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ത്രിഫ്റ്റ് സ്റ്റോറാണ്. ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഷോപ്പാണ്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നൊരു ഷോപ്പാണ് ഈ ഫാമിലി സ്റ്റോർ എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ചീപ്പായിട്ട് തന്നെ പല പല സാധനങ്ങളുണ്ടാവും അവിടെ. ഡ്രസ്സ് ഉണ്ടാവും, കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാവും, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും അത്യാവശ്യം വൃത്തിയിലായിരിക്കും ആൾക്കാർ സാധനങ്ങളൊക്കെ അവിടെ ഡൊണേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് തീരെ മോശപ്പെട്ട സാധനങ്ങൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അത്യാവശ്യം വൃത്തിയുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും അവിടെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പം ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഒരു $50 സാധനമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ
ഒരു $10-15 മാക്സിമം അതിനുണ്ടാവുള്ളൂ. അത്രയും നല്ല ഡിഫറൻസ് ഉണ്ടാവും വിലക്ക്. പ്രത്യേകിച്ച് ഇത് അങ്ങനെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല, നോൺ പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ബുക്സും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റിൽ കിട്ടും കേട്ടോ. ബുക്സ് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ. അപ്പം ഇതാണ് കേട്ടോ ഫാമിലി സ്റ്റോർ എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ, കാരണം എല്ലാവർക്കും ചിലപ്പം അത്ര കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ലല്ലോ ഞാൻ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുമ്പം. അതുകൊണ്ട് ഞാൻ അധികം നേരം ഒന്നും ടൈം സ്പെൻഡ് ചെയ്തില്ല. സാധാരണ എനിക്ക് അവിടെ നിന്ന് കറങ്ങി കളിക്കാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ സാധാരണ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ മെല്ലെ കുറച്ച് നേരം കറങ്ങിയിട്ടൊക്കെ വരാം. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ. അപ്പോൾ കീക്കും സഗും ഇവിടെ ഒരു പാർക്കിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവരെ കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗത്ത് ഒരു പാർക്ക് കാണുന്നുണ്ട്. അപ്പം ഇതാണ് പാർക്ക്. മിക്കവാറും കേക്കുവാ സ്ലൈഡിലോ സ്വിങ്ങിലോ എങ്ങാനും ആടുന്നുണ്ടാവണം അവിടുന്ന്. അത് അവിടെ ഉണ്ട്, വേറെന്തോ സാധനത്തിൻ്റെ മേലെ കയറി ഇരിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ട് കുറച്ചൊരു ചളി പോലെ ഉണ്ട്, കാരണം ഇവിടെ ഈ ഒരു ഭാഗത്ത് പുല്ല് കുറവായതുകൊണ്ട്. കിക്കി ബേബി കയറി അവള് സ്ലൈഡിൽ. സ്ലൈഡ് കയറിയോ? ടീച്ചർ സ്ലൈഡ്. പിന്നെ നേരത്തെ എങ്ങനെ അവള് സ്ലൈഡ് ചെയ്ത്? ഇത് കുറച്ച് വലിയ കുട്ടികൾക്കുള്ള സ്ലൈഡാണ്, കാരണം മേലെ എത്താൻ ഒരു വഴിയുമില്ല. ഇങ്ങനെയൊക്കെ കയറിപ്പോയാലേ മേലെ എത്താൻ വേണ്ടി പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര വലിയ വലിയ സ്റ്റെപ്സ്. അപ്പുറം എന്താ സഗു? അതെന്താ? അതും സ്ലൈഡാല്ലേ. അപ്പം ഇവക്ക് ഇതിൻ്റെ മേലെ എത്താൻ വേണ്ടിയിട്ടും വഴിയൊന്നുമില്ല. കീക്കിൻ്റെ അവിടെ ഉണ്ടല്ലോ, ആടിയതാ. ഇത് ബിഗ് ആൾക്കാർക്കുള്ള കീക്കി ബേബിക്കുള്ളത് അവിടെ ഉണ്ട്. എന്ത് സ്വിങ് ചെയ്യാം അപ്പുറം അവിടെ വാ. കീക്കിക്ക് പാർക്കിൽ വന്നാൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യങ്ങളിൽ ഒന്നാണ് ഇങ്ങനെ ഊഞ്ഞാലാടുന്നതും പിന്നെ സ്ലൈഡും. അപ്പോൾ സ്ലൈഡ് ഇവിടെ തൽക്കാലം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൾ ഊഞ്ഞാലാടാന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് അധികം നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാനില്ല. നമുക്ക് അടുത്ത ഫെറി കയറിയിട്ട് നമുക്ക് വീണ്ടും സിറ്റിയിലേക്ക് തന്നെ വേഗം പോകണം. പിന്നെ അടുത്ത ഫെറിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഫെറി നമ്മൾ പിടിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഫെറിക്ക് വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് വലിയ താമസമില്ലാണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇപ്പോൾ ഇതുവരെ വന്നതെന്ന്. പക്ഷെ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഫെറി കയറാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഡെവൻപോർട്ട് വരെ എത്തിയത്. ഈ ഡെവൻപോർട്ടിലെത്തി ഞങ്ങൾ ഒരു അരമണിക്കൂർ പോലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. നേരെ സെയിം ഫെറി കയറിയിട്ട് തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ പോവുക. അതാണ് നമ്മളുടെ അടുത്ത പ്ലാന്. അപ്പം നമ്മളിനി വീണ്ടും തിരിച്ച് നടക്കുകയാണ്. ഞാൻ നടന്നോ? ആരാ വരുന്ന ഫെറി കേട്ടോ നമുക്ക് പിടിക്കേണ്ടത്. അതിൽ വന്ന ആൾക്കാരെ അവരിറക്കിയതിന് ശേഷം വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഇത് കണ്ടപ്പോൾ നമ്മൾ വെച്ചു അതന്നെ എടുത്തിട്ട് വേഗം പോവാം, എന്നിട്ട് സിറ്റി പോയിട്ട് നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം മുന്നേ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റൊക്കെ കിട്ടി. ഈ പ്രാവശ്യം ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ്. ഇത്രയും ആൾക്കാർ കയറിയിട്ടാണ് ഞങ്ങൾക്ക് കയറാൻ. ഏറ്റവും ലാസ്റ്റ് കയറിയതുകൊണ്ട് ഞങ്ങൾ മേലോട്ടേക്കൊന്നും കയറാൻ വേണ്ടിയിട്ട് മെനക്കെട്ടില്ല കേട്ടോ. താഴെ തന്നെ തിരിഞ്ഞ് കളിക്കായിരുന്നു. എന്തായാലും മേലെ തിരക്കായിരിക്കും എന്നറിയാം. അപ്പം താഴെ AC കമ്പാർട്ട്മെൻറ്റ് പോയി നോക്കി അവിടെ നിന്ന് ഒന്ന് തിരിഞ്ഞ് കളിച്ചു. പിന്നെ ഞങ്ങൾ വെച്ച് പുറത്ത് വന്നിട്ട് കുറച്ച് കാഴ്ച കണ്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്നിട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് കാഴ്ച കണ്ടിരിക്കുകയായിരുന്നു. കിക്കി കുറച്ച് വിശക്കാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് പാൻ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ട് എപ്പോൾ ഞങ്ങൾ പുറത്ത് പോവുകയാണെങ്കിലും, ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഓൺ ദ വേ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. എന്നിട്ട് അപ്പം അഥവാ നമ്മൾ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവുമോ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അവളുടെ കാര്യം അവതാളത്തിലാവാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സിറ്റിയിലെത്തി കേട്ടോ. സിറ്റിയിൽ ഇനി നമ്മൾ അടുത്തത് ഫുഡ് കഴിക്കാനുള്ള ലഞ്ച് കഴിക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ലഞ്ച് കഴിച്ചിട്ടില്ല, രണ്ടുപേർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. കീക്കിക്ക് ഞാൻ അത്യാവശ്യം കുറച്ച് സ്നാക്സ് കൊടുത്തുകൊണ്ട് അവൾ അത്യാവശ്യം ഓക്കെയാണ്.
പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആണ്, അവളുടെ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് കഴിക്കാൻ മാത്രം ഒരു ഇത് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെ പോകുന്നു എന്നുള്ളത്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തു. കിക്കി ബേബിനെ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കുക. കിക്കാണ് നല്ലോണം ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇനിയിപ്പം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ആക്ച്വലി വേറെ ആൾക്കാർ കഴിച്ച പ്ലേറ്റാണ്. ഞങ്ങൾ വേറെ സീറ്റ് പിടിച്ചാണ്. ഇവിടെ സീറ്റ് കിട്ടാൻ നല്ല പണിയുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ സീറ്റാണ് ഇത്, നമ്മുടെ ഒരു സോഫ സീറ്റ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. ഞാനൊരു കൊറിയൻ ചിക്കനും സഗു ഒരു കായ് ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ 2 ഷേക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെത് ടാങ്ക് എന്ന് പറയുന്ന ഒരു അത്യാവശ്യം ഹെൽത്തി സ്റ്റൈലിൽ വരുന്ന ഒരു ഷേക്കാണ്. അതാണ് ഇപ്പോൾ കിക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കിക്കി കുടിച്ച ഒരു പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ആർക്കും അത് കുടിക്കാൻ പറ്റില്ല. അവൾ കടിച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും സ്ട്രോ ഒക്കെ യൂസ് ചെയ്യുക എപ്പോഴും. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഫുഡ് കഴിച്ച് ഇറങ്ങി കിട്ടോ. വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കിക്കി. വലിയ പ്രശ്നമില്ലായിരുന്നു വിചാരിച്ചത്ര. പിന്നെ അവൾക്ക് ഷേക്കൊക്കെ ഉള്ളതുകൊണ്ട് അവൾ അതൊക്കെ കുടിച്ച് അവൾ അത്യാവശ്യം ഓക്കെ ആയിട്ട് ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ പര്യടനം ഒരു എൻഡിലേക്ക് വരികയാണ്. നമ്മൾ വീണ്ടും നമ്മുടെ ട്രെയിൻ, നമ്മൾ ഫസ്റ്റ് എടുത്ത ട്രെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ തിരിച്ച് പിടിക്കാൻ വേണ്ടി പോവാണ്. തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ കാർ വെച്ച് അതേ സ്പോട്ടിലേക്കാണ് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. നമ്മൾ ഇറങ്ങിയ അതേ സ്ഥലം തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് തന്നെ നമ്മൾ തിരിച്ച് സെയിം സ്ഥലത്ത് തന്നെ തിരിച്ചു പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിൻ, മനുക്കാവ് ഈസ്റ്റ് എന്ന് പറയുന്ന ട്രെയിനാണ്. അപ്പം ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. മനുക്കാവ് ഈസ്റ്റിലേക്കുള്ളത് പ്ലാറ്റ്ഫോം 1. ഇത്ര 3 മിനിറ്റ്സിന് ഡ്യൂ ആണെന്നുള്ളത്. അത്യാവശ്യം തിരക്കുണ്ട്. കാരണം വൈകുന്നേരമല്ല, ഉച്ചയായല്ലോ. ഉച്ച കഴിഞ്ഞു ഓൾമോസ്റ്റ്. അപ്പം എല്ലാവരും തിരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. സെയിം ടൈമിൽ മറ്റേ സ്ഥലത്ത് വേറെ ഒരു ട്രെയിൻ ഉണ്ട്. കേക്ക് വീണ്ടും ട്രെയിനിൽ കയറി കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഒന്ന് ഇരുത്തണം, അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സ്റ്റിക്കേഴ്സ് വെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു പാക്കറ്റ് സ്റ്റിക്കർ കൊടുത്ത് അത് വെച്ച് അവിടെ ഇവിടെ ഒട്ടിച്ച് അവൾ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് പോകുന്ന ട്രെയിനിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. സഗുവിനും കുറച്ച് എളുപ്പമായിരുന്നു. ഇല്ലെങ്കിൽ സഗുവായിരുന്നു അവളുടെ വയ്യ നടക്കുന്നുണ്ടാവുക. അവൾ എല്ലാ സ്ഥലത്തേക്കും പോകുന്നതിൻ്റെ വയ്യ സഗുവായിരുന്നു എപ്പോഴും അവളുടെ വയ്യ നടന്നു പോവുക. അങ്ങനെ നമ്മൾ ഫൈനലി തിരിച്ച് നമ്മുടെ കയറിയ സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ കാർ പാർക്കിലേക്ക് പോയിട്ട് കാർ എടുത്ത് നേരെ വീട്ടിൽ പോവാം. സത്യം പറയുകയാണെങ്കിൽ നല്ല ടയർഡായിട്ടുണ്ട്. കാരണം കാറില്ലാണ്ട് നമ്മൾ അവയിലൂടെ മൊത്തം നടന്ന് കളിച്ച് കിക്കിനെയും കൂട്ടിയിട്ട് പിന്നെ ഫുഡും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ക്ഷീണിച്ചു. കുറച്ച് ഓവർ കഴിച്ച പോലെ ഉണ്ട്. നമ്മൾ വാങ്ങി തീർത്ത് അവിടെ വെച്ച് വരണ്ടാത്തതുകൊണ്ട് പാക്ക് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിയതൊക്കെ കഷ്ടപ്പെട്ട് കഴിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ കഴിച്ചിട്ട് വയറും ഫുള്ളായി, മൊത്തത്തിൽ ടയേർഡായി. ഇനി മൊത്തം കയറണ്ടേ. നമ്മൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും ഹോപ്പ് കാർഡ് ടാപ്പ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നതിൻ്റെ ചിലവ് ശരിക്കും കുറച്ച് കൂടുതലാണ്. അതിലും എത്രയോ ലാഭമായിരിക്കും ശരിക്കും നമ്മൾ കാർ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നെങ്കിൽ. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം ട്രെയിനും ഫെറിയൊക്കെ കയറലാണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. ബൈ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.